കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ CJ റോയിയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുകയാണ്. ബനാർക്കട്ടയിലെ വീട്ടിലേക്ക് എത്തിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വെള്ളിയാഴ്ചയാണ് ഡോക്ടർ CJ റോയി ആത്മഹത്യ ചെയ്തത്. ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ് നടക്കുന്നതിനിടയിൽ അദ്ദേഹം മാനസിക സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു തുടക്കത്തിൽ വന്ന റിപ്പോർട്ടുകളൊക്കെയും. പക്ഷേ ഇപ്പോൾ ആ വിഷയത്തിൽ ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. എന്തിനാണ് അദ്ദേഹം ഈ ഒരു കടുങ്കൈ ചെയ്തതെന്ന കാര്യം വ്യക്തമാകുന്നില്ല. എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട, എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യവസായിയായിരുന്നു ഡോക്ടർ CJ റോയി. CJ റോയും കോൺഫിഡൻസ് ഗ്രൂപ്പും ഒക്കെ മലയാളികൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. എല്ലായിടങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു ഡോക്ടർ CJ റോയി. എല്ലാ മേഖലകളിലും, ഇപ്പം സിനിമാ വ്യവസായത്തിലടക്കം അദ്ദേഹത്തിൻ്റെ പങ്ക് വലുതാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒരു വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ CJ റോയ്. മാത്രമല്ല ഈ കേരളത്തിലും പുറത്തുമൊക്കെയായിട്ടും വ്യാപിച്ചു കിടക്കുന്ന വലിയ ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമ കൂടിയാണ് ഡോക്ടർ CJ റോയ്. അദ്ദേഹത്തിൻ്റെ മരണം മലയാളികളിലടക്കം ഞെട്ടലുണ്ടാക്കിയതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സ്വന്തം വസതിയിലേക്ക്, ബംഗളൂരുവിലെ ബനാർക്കട്ടയിലെ സ്വന്തം വസതിയിലേക്ക് മൃതദേഹം വഹിച്ചുകൊണ്ട് പോവുകയാണ്. മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. ഇനി പൊതുദർശനം ആരംഭിക്കും. ഇന്ന് വൈകുന്നേരമാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെയും ക്രമീകരിച്ചിരിക്കുന്നത്. 4 മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങ് ശുശ്രൂഷകൾക്ക്, പ്രാർത്ഥനയ്ക്കും ശുശ്രൂഷകൾക്കും ഒക്കെയും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ സംസ്കാരം നടത്തും എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ. അത്രയധികം സങ്കടകരമായ നിമിഷമാണ്, ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. റഹീം ബംഗളൂരുവിൽ നിന്ന് നമുക്കൊപ്പം തുടരുന്നുണ്ട്. റഹീമെ, ദൃശ്യങ്ങൾ കാണാം, വിവരങ്ങൾ. സിധു, CJ റോയിയുടെ മൃതദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്നാർഘട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ അല്പസമയത്തിനകം തന്നെ പൊതുദർശനം ആരംഭിക്കും. നിരവധി ആളുകൾ ഇതിനോടകം തന്നെ പുറത്തെത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാസ്കേഡിലുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ സ്ഥലത്ത് സംസ്കരിക്കണം എന്നുള്ളത്. ഏതായാലും ആ ആഗ്രഹപ്രകാരം തന്നെ, അതായത് പൊതുദർശനം രാവിലെ 10 മണി മുതൽ ഇവിടെ നടക്കും. അതിനുശേഷം ഇവിടെ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകും. അതിന് ശേഷം വീണ്ടും ബന്നാർഘട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിക്കുകയും ഇവിടെ വെച്ച് ഈ രീതിയിൽ സംസ്കാര ചടങ്ങുകളടക്കം നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ കുടുംബം ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും അതുപോലെ തന്നെ അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളുമാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലത്തുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ അല്പസമയത്തിനകം തന്നെ പൊതുദർശനം ആരംഭിക്കുകയും അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏകദേശം 2 മണിയോടുകൂടി ഇവിടെ നിന്ന് ഇറക്കി കുറച്ച് ദൂരമുണ്ട് ഇവിടെ നിന്ന് പള്ളിയിലേക്ക്. ആ പള്ളിയിൽ കൊണ്ടുപോയി ശുശ്രൂഷ കാര്യങ്ങളടക്കം നടക്കും. അതിന് ശേഷമായിരിക്കും ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ വൈകിട്ട് 4 മണിയോടുകൂടി തന്നെ ബന്നാർഘട്ടിൽ നടക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും കൂടിയായിരുന്നു ബന്നാർഘട്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്തണം എന്നുള്ളത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ തന്നെ ഈ രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും CJ റോയിയുടെ വിയോഗം വ്യവസായ ലോകത്തിന് വലിയൊരു വലിയൊരു വിടവാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലും, അതായത് പ്രത്യേകിച്ചും ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അദ്ദേഹം വലിയ രീതിയിൽ തന്നെ കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെയായി വളരെയധികം ബിസിനസ് സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗമാണ് പെട്ടെന്ന് സംഭവിച്ചത്. ഏതായാലും അദ്ദേഹം IT വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംബന്ധിച്ച് സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോവുകയും അവിടെ വെച്ച് അദ്ദേഹം വെടിയുതിർക്ക് ജീവൻ വെടിയുകയുമായിരുന്നു. എന്താണ് ഈ CJ റോയിയെ മരണത്തിലേക്ക് തള്ളിവിടാനുണ്ടായ ഒരു കാരണം? നമുക്കിതിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഡോക്ടർ CJ റോയിയുടെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് എത്തിച്ചിരിക്കുന്നു. ഇനി 10 മണി മുതലായിരിക്കും പൊതുദർശനം ആരംഭിക്കുക. അവിടെ
സങ്കടകരമായ കാഴ്ചകളാണ്. കാരണം പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഭവമേ അല്ല. നമ്മളൊക്കെയും ആ വാർത്ത കേട്ടപ്പോൾ ഞെട്ടിയതാണ്. ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു അമ്പരപ്പായിരുന്നു എല്ലാവർക്കും ആദ്യം. പക്ഷേ ഇപ്പോഴും ആ അമ്പരപ്പ് 3 ദിവസത്തിനിപ്പുറവും ആ അമ്പരപ്പ് നിലനിൽക്കുന്നുണ്ട്. കാരണം തുടക്കത്തിൽ നമ്മൾ കേട്ട കാരണങ്ങളൊന്നും അല്ല ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹം മാനസിക സംഘർഷത്തിന് മേൽ ഈ ചോദ്യം ചെയ്യലൊക്കെ നടന്നു. അതിന് മേൽ അദ്ദേഹം ഈ സ്വയം ഈ ഒരു കടുംകൈ ചെയ്തു എന്നായിരുന്നു വാർത്തകളൊക്കെയും. ഇപ്പോഴും ആ ഒരു വാർത്ത ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും SITയുടെ കണ്ടെത്തൽ വരുന്നുണ്ട്. ആ ദിവസം അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ള IT വകുപ്പിൻ്റെ ഇൻകം ടാക്സിൻ്റെ നേരത്തെയുള്ള അവരുടെ പ്രതികരണങ്ങളൊക്കെ ശരിവെച്ചുകൊണ്ടുള്ള SIT റിപ്പോർട്ടും കണ്ടെത്തലും ഒക്കെ വരുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിച്ചത് എന്ന കാര്യം, എന്തിന് അദ്ദേഹം ഈ ഒരു കടുംകൈ ചെയ്തു എന്നുള്ളത് ഇനിയും വ്യക്തമല്ല. അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അപ്പം അന്വേഷണ സംഘം പറയുന്ന അനുസരിച്ചാവും കാര്യങ്ങളൊക്കെ നമുക്കും ഒരു വ്യക്തത വരാം.